ഹലോ! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വ്ലോഗ് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ എടുക്കുന്നതും, എഡിറ്റ് ചെയ്യുന്നതും, വോയിസ് ഓവർ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം അത്രയ്ക്ക് സന്തോഷമുണ്ട് ഈ ഒരു വ്ലോഗില്. കുറേ നാളുകൾക്ക് ശേഷം മനസ്സ് തുറന്ന് ചിരിക്കുകയും, വർത്താനം പറയുകയും ഒക്കെ ഒക്കെ കഴിഞ്ഞെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് നേരെ ഞാൻ മാവ് അരയ്ക്കാനാണ് കേട്ടോ നിന്നത്. ഇനി ലേറ്റ് ആയാൽ ചിലപ്പോൾ രാവിലെ ഇഡ്ഡലി വരില്ല, ദൊഡ്ഡല്ലിയേ വരുവുള്ളൂ കേട്ടോ. അങ്ങനെ ദേ ആൻസൺ ചേട്ടനും ഡോൺ ചേട്ടനും പുറത്ത് പോയേക്കായിരുന്നു. അവര് ദേ വന്നു. അപ്പം മിഠായിയും ഫുഡും ഒക്കെ കൊണ്ടാണ് വന്നത്. വേറെ കുക്ക് ചെയ്യണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ നാളെ ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ളത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇഡ്ഡലി അപ്പം സാമ്പാർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുക. കാരണം നമുക്ക് ഒരാൾ കൂടുതലാണല്ലോ. പിന്നെ പിള്ളേരുണ്ട്. പിന്നെ എഴുന്നേൽക്കാൻ താമസിക്കും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ വേഗം സാമ്പാർ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദേ പാച്ചു ഫുൾ ഓൺ റെസ്റ്റിലാണ് കേട്ടോ. എന്നാലും പ്രതീക്ഷിച്ചത്ര പ്രശ്നങ്ങളില്ല. പിന്നെ ഫസ്റ്റ് ഡേ ആണല്ലോ. അങ്ങനെ ദേ അപ്പയും മോനും കൂടെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ പാച്ചു എന്താ പറഞ്ഞ സുസു വെച്ചതാണ്. അറിയാണ്ട് സുസു വെച്ച് പോയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദേ ഇവിടെയുള്ള അങ്കംവട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് തോമുവിൻ്റെ കാല് എവിടെയോ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പേനെ കാണിക്കുകയാണ്. അപ്പോൾ കാല് മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ് എന്താണ് എവിടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തോമു കള്ളം പറയാൻ നിൽക്കണ്ട. ഈശോ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു പറഞ്ഞപ്പോൾ സത്യം കുട്ടി പറഞ്ഞു കേട്ടോ. വന്നപ്പോൾ തൊട്ട് പാച്ചുവിനെ ടേക്ക് കെയർ ചെയ്യുന്നത് നമ്മുടെ തോമുവാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അക്രമമാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അക്രമമൊന്നും ആയില്ല. ഫുൾ ഓൺ തോമുവാണ് ടേക്ക് കെയർ ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷമായി ട്ടോ. അങ്ങനെ ദേ അപ്പൻ മോന് വേണ്ടിയുള്ള മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഡോൺ ചേട്ടനും ആൻസി ചേട്ടനും ഇന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പാത്രത്തിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കുറേ ചപ്പടാച്ചികൾ ഞങ്ങൾ അടിക്കും ട്ടോ. കുറേ നാളായി ഇങ്ങനെ നിന്നൊന്ന് റിലാക്സ്ഡ് ആയിട്ട് വർത്താനം പറഞ്ഞിട്ടും എൻജോയ് ചെയ്തിട്ടും ട്ടോ. കാരണം നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. പിന്നെ പാച്ചുവിൻ്റെ കാര്യം വളരെ സന്തോഷകരമായിട്ട് അവസാനിച്ചുകൊണ്ട് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട് ട്ടോ. അതാണ് ഈ ഒരു എൻ്റെ ഒരു എക്സൈറ്റ്മെന്റിന്റെ ഇത് ട്ടോ. അങ്ങനെ ദേ നമുക്ക് മന്തി നമ്മൾ കുറേ നാളായി മന്തി കഴിച്ചിട്ട്. അപ്പം മന്തി വാങ്ങിച്ചിട്ടുണ്ട്. ചില്ലി ബീഫ് ഉണ്ട്, BDF ഉണ്ട്. അപ്പം ആൻസൺ ചേട്ടൻ്റെ വകയായിരുന്നു കേട്ടോ ട്രീറ്റ്. അങ്ങനെ ദേ ഓരോരുത്തരും ഓരോ മൂക്കിലുണ്ട്. അപ്പൊ പാച്ചുവിന് ഇരിക്കാൻ വേണ്ടി തോമ മോളീന്ന് കൊണ്ടുവന്നിട്ടിരിക്കുന്ന കസേരയാണ് കേട്ടോ. അപ്പൊ പാച്ചു ഞാനാണ് ഇന്ന് സെറ്റ്. എത്ര നേരത്തേനാന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, "എടാ നിനക്ക് മന്തി വേണോടാന്ന്?" ചോദിച്ചപ്പോൾ പറഞ്ഞു, "ആ എനിക്ക് തന്നോന്ന്" പറഞ്ഞു. അപ്പൊ പാച്ചുവിന് എന്ത് ഫുഡ് വേണേലും കൊടുക്കാവൂന്ന് പറഞ്ഞിട്ടുണ്ട്. അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. എല്ലാ ഫുഡും കൊടുത്തോളൂ. അങ്ങനെ ദേ അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ മന്തി വേണോന്ന് പറഞ്ഞു. അപ്പൻ ദേ മാങ്ങ മുറിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതും കുറച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പം ഡാഡി ഇടയ്ക്കിടയ്ക്ക് വരും ട്ടോ. ഡാഡിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഞാനും പാച്ചുവും അങ്ങനെ സെറ്റ് ആവണത് വലിയ താല്പര്യമില്ല ട്ടോ. ചുമ്മാ പറഞ്ഞതാണ് ട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, "ഞങ്ങളുടെ കഞ്ഞിയിലെ പാറ്റ ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ ഡാഡി സമ്മതിക്കില്ല" എന്നൊക്കെ പറഞ്ഞിട്ട് പാച്ചുവിന് സത്യം പറഞ്ഞാൽ എന്നെ ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഡാഡി ഇടയ്ക്ക് ഒരു വില്ലനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ചങ്കും കരളുമാണ് ട്ടോ. അപ്പം എല്ലാവരും മനസ്സ് തുറന്ന് ചിരിച്ചൊരു ദിവസമാണ്. എനിക്ക് എന്താന്നറിയത്തില്ല ഭയങ്കര സന്തോഷാട്ടോ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. നമ്മുടെ തിരക്കുകളുടെ ഇടയിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് കുറഞ്ഞു. അല്ലെങ്കിൽ സംസാരങ്ങൾ കുറഞ്ഞു. ഡിസ്കഷൻസ് കുറഞ്ഞു. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും ട്ടോ. എന്നാലും ഇങ്ങനൊരു ഇരിപ്പ് ഞങ്ങളുടെ ബിസിനസ്സിനൊക്കെ മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇരിപ്പും ഭക്ഷണം കഴിക്കലും വർത്താനം പറയലും തമാശയും ചിരിയും കളിയായിട്ട് ഞങ്ങളുടെ ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ സത്യം പറഞ്ഞാൽ മിന്നിമാഞ്ഞിട്ട് കുറേ അധികം നാളുകളായി. കാരണം തിരക്ക് കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യം ഇരുന്ന് കഴിക്കും. അല്ലെങ്കിൽ ഡോൺ ചേട്ടൻ ആദ്യം ഇരുന്ന് കഴിക്കും. അങ്ങനെയൊക്കെയായി ഞങ്ങളുടെ കാര്യങ്ങൾ കേട്ടോ. അപ്പോ അതൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടി സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം ട്ടോ. ഭയങ്കര സന്തോഷായി എനിക്ക്. അപ്പം ഡിംപിൾ വെച്ച ഓരോ കറികളെ കുറിച്ചാണ് ഇവര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാഡി പറയാ, "എനിക്ക് ആ ചില്ലി ഫിഷ് ഇഷ്ടായില്ല." അപ്പൊ ഡോൺ ചേട്ടനോട് ചോദിക്കുമ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു, "കുഴപ്പമില്ല." അപ്പൊ ഡാഡിക്ക് ഭയങ്കര സന്തോഷാ. ഇത് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞ 2, 3 ദിവസമായിട്ട് ഡിംപിളാണ്. അതായത് 2 ദിവസത്തിനൊക്കെ മൂപ്പര് ഒരുമിച്ച് അതായത് മൂപ്പർക്ക് ടെൻഷൻ കേറുമ്പോൾ മൂപ്പര് കുക്ക് ചെയ്യും. അതാണ് മൂപ്പരുടെ ഒരു അജണ്ട. അപ്പൊ അതായത് നമ്മള് സ്പീഡ് കാണും. ചിലപ്പോ 2, 3 ദിവസത്തേനൊക്കെ വെച്ച് വെച്ചിട്ട് പോവുട്ടോ. അപ്പൊ ഞാൻ ചോദിക്കും ഞാൻ മനസ്സിൽ വിചാരിക്കും ട്ടോ. ഇതിന്റെ ആവശ്യം ഇപ്പൊ ഉണ്ടായിരുന്നോ? എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കും. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ദേ മുരിങ്ങാക്കോലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡാഡി പറഞ്ഞു ഇങ്ങനെയല്ല മുരിങ്ങാക്കോലും ഒക്കെ അത് ഇങ്ങനെയല്ലായിരുന്നു വെച്ചോണ്ടിരുന്നത്. ഞാൻ അധികം ഇടപെടാൻ നിന്നില്ല. കാരണം എപ്പഴാ എനിക്കിട്ട് കുത്താന്നറിയില്ലല്ലോ. അപ്പൊ ഞാൻ മിണ്ടാണ്ടിരുന്നു. ഗാലറി ഇരുന്ന് കണ്ടു ട്ടോ. കുറേ ചിരി. ഇത് സത്യം പറഞ്ഞാ ഇതിന്റെ ശരിക്കുള്ള വോയിസ് കേട്ടാലേ അതിന്റെ ഒരു ഗുമ്മുള്ളൂ. പക്ഷെ പിള്ളേരെ ടിവിയും ഫോണും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ട് മാത്രമാണ് ട്ടോ ഞാൻ ഇടാത്തത്. അപ്പൊ ദേ എല്ലാരും ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഡാഡിയുടെ ഓരോ കോമഡികള്, മോളുടെ ഓരോ കോമഡികള്, അതിന്റെ കൂടെ ആൻസന്റെ കുറെ ചളികള്. അങ്ങനെ ആകെ മൊത്തം ഒരു തമാശ നിറഞ്ഞൊരു ദിവസായിരുന്നു ട്ടോ.
എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. എൻ്റെ ഇളക്കവും എൻ്റെ ആ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മനസ്സുകൊണ്ട് എത്രത്തോളം ഹാപ്പിയാന്നുള്ളത് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും പോയി. ഞാൻ ദേ പാത്രമൊക്കെ കഴുകി ഒതുക്കി മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് ഈ രാത്രി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. അപ്പോൾ ദേ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടോ. 7 മണിയായി എഴുന്നേറ്റപ്പോൾ. പിന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷായി വന്നപ്പം 7:15 ട്ടോ. സാമ്പാറൊക്കെ ഓൾറെഡി വെച്ച് നന്നായി. കാരണം എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. കാരണം അത്രയും ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം വേഗം ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒരു മന്ദതയായിരുന്നു മൊത്തത്തിൽ. നമ്മൾ ചില ദിവസങ്ങളിൽ നമ്മൾ എത്ര ആഞ്ഞു ശ്രമിച്ചാലും നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ തീരില്ല. അങ്ങനെ ദേ പാട്ട് വെച്ചപ്പം കുറച്ചും കൂടെ ഒരു എനർജി വന്നു. എനിക്ക് ഒറ്റയ്ക്ക് അടുക്കളയിൽ നിൽക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. എനിക്ക് എപ്പോഴും ആരോടെങ്കിലേക്കോ വർത്താനം പറഞ്ഞ് നിൽക്കണം. എന്നാലേ എനിക്ക് ഒരു എനർജി വരാറുള്ളൂ. ഓരോരുത്തർക്കും ഓരോ, ഇപ്പോൾ ഡിമ്പിളിനാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഇഷ്ടം, മമ്മിക്കായാലും ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് മാത്രമുള്ളെന്ന് തോന്നി ആളും ബഹളം ഇഷ്ടം തോന്നുന്നു കേട്ടോ. മൊത്തത്തിൽ നോക്കുമ്പോൾ അതാണ് ഒരു നിഗമനം. അങ്ങനെ ദേ നമ്മുടെ കാപ്പി റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് കാപ്പി റെഡി ആയപ്പം ഡാഡിയും വന്നു കേട്ടോ. അപ്പോൾ ഞാനും ചൂടോടെ കുടിച്ചു. കാരണം ഈ ഉറക്കത്തിൻ്റെ ചടവ് മാറണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഡാഡിക്ക് ആദ്യം കാപ്പി കൊടുത്തിട്ട് എനിക്കും കാപ്പി എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഡാഡി വരുമ്പോൾ ഇങ്ങനെ എത്തി നോക്കൂ കേട്ടോ അടുക്കളയിൽ കാപ്പി റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. റെഡി ആയിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ഡാഡിയോട് പറയും 2 കാപ്പി ചായ അതൊന്നും വേണ്ട, ഒറ്റയടിക്ക് കുടിക്കുക കേട്ടോ, ഷുഗറൊക്കെ ഉള്ളതല്ലേ. അല്ലെങ്കിൽ ഡാഡി ആദ്യം ഒരു കട്ട ചായ കുടിക്കും, പിന്നെ ഒരു ചായ കുടിക്കും. ഞാൻ പറഞ്ഞു ഒറ്റ ചായയിൽ കാര്യം അവസാനിപ്പിക്കുക, ഇല്ലേ ഞാൻ ഓടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ എനിക്ക് നല്ല പത വേണം കേട്ടോ. എത്ര പേർക്ക് അങ്ങനെ ഇഷ്ടമുണ്ട്? എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ അവർക്കുള്ളതെല്ലാം കപ്പിലെടുത്ത് വെച്ചു. കാരണം നമ്മൾ ഒരാൾ കൂടുമ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇവിടെ പ്രത്യേക ഒരു സ്വഭാവമാണ് കേട്ടോ. കുറച്ചേ കുടിച്ചുള്ളൂ. അങ്ങനെ ഒരു ഗ്ലാസ് അങ്ങനെ എടുത്ത് നമ്മുടെ കണക്കുകൾ മൊത്തം തെറ്റും. പൊതുവേ ഞാൻ കാപ്പി ഉണ്ടാക്കാറുള്ളപ്പം 5 ഗ്ലാസ്സിൽ എടുത്ത് മാറ്റി വെക്കും. അപ്പോൾ ആരും ഞാൻ അര ഗ്ലാസ്സേ കുടിച്ചുള്ളൂ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സേ കുടിച്ചുള്ളൂ എന്ന് പറയില്ല. അങ്ങനെ അതേ മാവ് വേഗം ഇളക്കുകയാണ്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ പൊന്തിയില്ല കേട്ടോ. കാരണം നമ്മൾ ലേറ്റായിട്ടാണ് മാവ് അടിച്ചതും ഒക്കെ. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഉപ്പ് ഇട്ടു. പക്ഷേ ഡാഡി പറഞ്ഞു ഉപ്പ് കുറച്ച് കുറവാണെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സാമ്പാർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പതിവിൽ വിട്ട് കുറച്ച് അധികം ഇഡ്ഡലി ഉണ്ടാക്കി. ഞാൻ ഓർത്തു ബാക്കി വരും. പക്ഷേ എനിക്കറിയാം ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ പൊതുവേ നമുക്ക് ഇഡ്ഡലിയുടെ എണ്ണം വേണം. പിന്നെ ഇഡ്ഡലി കഴിച്ചു തുടങ്ങുമ്പോൾ എല്ലാവരും കഴിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി. ബാക്കി വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി 2 ദിവസമായിട്ട് കഴിക്കാമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. എനിക്ക് ഇഡ്ഡലി ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേർക്ക് ഇഡ്ഡലി ഉപ്പുമാവ് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇഡ്ഡലി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇഡ്ഡലി ഉപ്പുമാവ് കഴിക്കാനായിട്ടാണ്. എനിക്കൊന്ന് തമിഴ്നാട്ടിൽ പോയതിന് ശേഷം കിട്ടിയ ഒരു ശീലമാണ്. അമ്മ ഉണ്ടാക്കിയത് അമ്മയ്ക്ക് ഓൾറെഡി അറിയായിരുന്നു. ഇപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ പോയില്ലായിരുന്നെങ്കിൽ പോലും അത് ഇഷ്ടപ്പെട്ടനെ. കാരണം അമ്മ എന്തായാലും സ്വാഭാവികമായിട്ട് ഉണ്ടാക്കി തരുമല്ലോ. അങ്ങനെ അതേ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോന്ത കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, പോയി കിടന്ന് ഉറങ്ങിയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇഡ്ഡലി ഞാൻ ഏറ്റെടുത്ത് പോയി. അതുകൊണ്ട് എനിക്ക് വന്നുണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവരെല്ലാം എഴുന്നേറ്റ് വന്നപ്പോൾ 9:15 9:30 ആയിട്ടോ. ഞാൻ കാരണം ഡാഡി കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഡാഡി എന്ത് ലേറ്റായിട്ട്, ചില ദിവസങ്ങളിൽ മാത്രമേ ഡാഡി ലേറ്റായിട്ട് എണീക്കുകയുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളും ഡാഡി കൃത്യമായിട്ട് എണീക്കും. പിന്നെ ഷുഗറൊക്കെ ഉള്ള ആളാണ്, പ്രായമായ മനുഷ്യനാണ്. അപ്പം ഭക്ഷണം കഴിക്കണം. ഞങ്ങളുടെ വീടിൻ്റെ എനർജി ബൂസ്റ്ററാണ്. അപ്പം ഡാഡിക്ക് ഭക്ഷണം കൊടുക്കണം. അല്ലെങ്കിൽ ഡാഡി അവിടെ എന്തെങ്കിലും ഞാൻ റസ്ക് കഴിച്ചു എന്നൊക്കെ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. വല്ലപ്പോഴും ആണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മളവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പൊട്ടുകടല ചമ്മന്തിയാണ് കേട്ടോ ചെയ്യുന്നത്. കുറേ പേര് റെസിപ്പി ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്തത് കുറച്ച് തേങ്ങ, കുറച്ച് പൊട്ടുകടല, കുറച്ച് പച്ചമുളക്, കരിവേപ്പില 1 2 മാത്രം ഇടട്ടെ. കളറ് മാറാൻ പാടില്ല. ഇതിൻ്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ കളറ് മാറിയാൽ അതിൻ്റെ ഗുമ്മും മാറും, ടേസ്റ്റും മാറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ 2 കരിവേപ്പില ഇട്ടിട്ടുണ്ട്. താളിക്കുമ്പോൾ 2 3 ഇടാം, അല്ലാതെ അരയ്ക്കുമ്പോൾ ചേർക്കാതിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കഴന്ന് വരുന്ന തേങ്ങ ആ ചമ്മന്തിയിൽ ചേർക്കാതിരിക്കുക. ചമ്മന്തിയുടെ കളറ് മാറും, ഒരു ഡാർക്ക് ഷെയ്ഡിലേക്കും ബ്ലാക്ക് ആയിരിക്കും കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക. വൈറ്റ് ചട്നിയുടെ ഒരു സെഗ്മെൻറ്റ് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ അടന്ന് വരുന്ന തേങ്ങയില്ല, അത് മാക്സിമം ചേർക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അത് നോക്കിയേ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളൂ കേട്ടോ. എൻ്റെ വൃത്തികെട്ട സ്വഭാവമായിരിക്കും. ഞാൻ അങ്ങനെയൊക്കെ നോക്കി ചെയ്യുമ്പോൾ സാധനങ്ങൾ മാറ്റി വയ്ക്കും. പക്ഷേ അത് അരച്ച് ചേർക്കണ കറിയില്ല, മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെക്കുന്ന, ഇപ്പം കുമ്പളങ്ങ കറി അല്ലെങ്കിൽ മോര് കറി അതിനൊക്കെ ചേർക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. എല്ലാം നമുക്കങ്ങനെ ടിപ്പിക്കലി നോക്കി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇട്ടാൽ മതി. ഞാൻ അധികം വെള്ളം ആക്കുന്നില്ല, കാരണം നമുക്ക് ഓൾറെഡി സാമ്പാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാമ്പാർ ബാക്കി ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സാമ്പാറും അധികം ഞാൻ കുറുക്കിയില്ല. പിന്നെ ഇഡ്ഡലിക്ക് സത്യം പറഞ്ഞാൽ കുറുകിയ സാമ്പാർ പറ്റില്ല. ഇങ്ങനെ ഒഴിച്ച് കുഴച്ച് കഴിക്കുന്നതിലാണ്
അതിൻ്റെ ഗുമ്മിരിക്കുന്നത്. അപ്പോൾ ഞാൻ കറണ്ടൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു തൊണ്ടവേദനയുണ്ട്, അതാണ് കേട്ടോ സൗണ്ട് ഇടയ്ക്ക് പോണത്. അപ്പോൾ കറണ്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ചമ്മന്തി അരച്ച് വെക്കുകയാണ്. കാരണം ഞാൻ ചമ്മന്തി അരയ്ക്കുന്ന ദിവസം KSEBക്കാർ ക്യാമറ വെച്ച് നോക്കുന്ന പോലെ ആയിരിക്കും അത് ഓഫ് ചെയ്ത് കളയുക. പിന്നെ അത് ഇഡ്ഡലി അവിടെ വേവുണ്ട്. ഞാൻ ഓരോ സെറ്റായിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് ചൂടാറിയതിന് ശേഷമേ തട്ടിൽ നിന്ന് എടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ തട്ടിൽ 1 കിലോ ഒട്ടിപ്പിടിക്കും. അങ്ങനെ സാമ്പാർ ഞാൻ ഇന്നലെ താളിച്ചിട്ടില്ലായിരുന്നു, രാവിലെ താളിക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വിസിൽ മാറ്റിയിട്ടാണ് അടച്ചു വെച്ചിട്ട് പോയത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി താളിച്ചൊഴിച്ചാൽ അതിൻ്റെ പരിപാടികൾ കഴിയും. അതിൻ്റെ ഇടയ്ക്ക് ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട്. മിക്സി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല പോലെ ഫൈനായിട്ട് അരയ്ക്കും. എനിക്ക് ഈ തരിതരിപ്പൊന്നും ഇഷ്ടമില്ല. അപ്പോൾ നിന്നരയ്ക്കും കേട്ടോ. എനിക്കതൊക്കെ ഒരു ഭ്രാന്താണ്, നിന്നരയ്ക്കുക. എൻ്റെ പക്ഷേ അമ്മ അങ്ങനെയൊന്നും നോക്കാറില്ല. എനിക്ക് എന്താണ് ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പം തരി ഇരിക്കുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോൾ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് താളിച്ചൊഴിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് കടുക്, ഒരു ഓവർ കടുക് ഇടരുത് കേട്ടോ, അല്ലെങ്കിൽ കടുക് മയമാവുക ചമ്മന്തിക്കുള്ളിൽ. കുറച്ച് കരിവേപ്പില ഇട്ട് താളിച്ചൊഴിച്ചാൽ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ട്. മമ്മിയുടെ ഫേവറേറ്റ് ആണ്, ഡോൺ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാണ്. ഡിമ്പിളിനാണ് പിന്നെയും സാമ്പാറിനോട് ഇഷ്ടം. ഡോൺ ചേട്ടനും മമ്മിക്കും ഡാഡിക്കും വെള്ളച്ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ സാമ്പാർ കഴിച്ചു കൊടുക്കുമ്പോൾ ഇഷ്ടമാകുമ്പോൾ സാമ്പാറും ഇഡ്ഡലിയും ഒക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. കോവയ്ക്കയും കുമ്പളങ്ങയൊക്കെ. കോവയ്ക്ക ഞാൻ രാവിലെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേഗം പണികൾ തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി ഓരോന്നായിട്ട് ഒരു സെറ്റ് ഓൾറെഡി ഇട്ടായിരുന്നു. ഇനി ബാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിള്ളേർക്ക് സ്കൂളിൽ ഇനിയിപ്പം അടുത്ത ആഴ്ച തൊട്ട് സ്കൂളിൽ പോക്കായി, ബാക്ക് ടു നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കലായി. ഓ ഗോഡ്, ഇപ്പോഴും അങ്ങനെ തന്നെയായിരുന്നല്ലേ, 2 മാസം അങ്ങനെ തന്നെയായിരുന്നു. ഒരു സമ്മർ ക്യാമ്പിന് പോകുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ അമ്മമാർ നമുക്ക് ഒരു സമയം വരെ ചെയ്തു തന്നുകൊണ്ടിരിക്കുക, ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. നേരത്തെ എൻ്റെ അമ്മയൊക്കെ നേരത്തെ ഇപ്പോഴും 5 മണിക്ക് എഴുന്നേറ്റ് ചോറും കറിയൊക്കെ വെക്കും കേട്ടോ. എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളും ആ ഒരു റൊട്ടീനിലേക്ക് നമ്മുടെ മക്കളെ സ്കൂളിൽ വിടാനായിട്ട് നമ്മൾ നേരത്തെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക്, പണ്ട് അമ്മമാർക്ക് വീട്ടിലൊക്കെ മറ്റേ ഇൻലോസൊക്കെ കാണും, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. നമ്മളും ആ ഒരു രീതി കണ്ടിന്യൂ ചെയ്ത് പോകണം. അങ്ങനെ കോവയ്ക്ക അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ഓർത്തു നീളത്തിൽ അരിഞ്ഞിട്ട് പകുതിക്ക് മുറിക്കാമെന്ന്. ഞാനിങ്ങനെ ഓരോ ഷേപ്പ് മാറ്റി നോക്കൂട്ടോ. കാരണം സംഭവം മെഴുക്കുവരട്ടിയാണ്, ബട്ട് ഷേപ്പ് വേറെയാണല്ലോ, അരിഞ്ഞിരിക്കുന്ന സൈസ് വേറെയാണല്ലോ. അങ്ങനെയൊക്കെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. അങ്ങനെ അത് വേഗം കഴുകിയിട്ട് അരിയാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങ അച്ചാറിടണം. ഒരു മാങ്ങ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ആ മാങ്ങ അച്ചാർ ഇട്ടിട്ടില്ല. ഇതിപ്പോൾ സമയം 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കിയെന്ന് വരും. അപ്പോൾ ആൻസേട്ടൻ ഇന്ന് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പം ലഞ്ച് മമ്മി ഉണ്ടാക്കിക്കോളാം. ഓൾറെഡി ഞാൻ മെഴുക്കുവരട്ടി വെച്ച് ചോറ് ഇരിക്കുന്നുണ്ട്. ചാറ് എന്തെങ്കിലും മമ്മി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. നമ്മളിനി ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പാച്ചുവിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവന് നമ്മളെ പ്രതീക്ഷിച്ച അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഈ പറയുന്ന പോലെ കുളിപ്പിക്കുമ്പോഴാണ് അടുത്ത ഒരു ഇത് വരിക. അല്ലാണ്ട് ഇപ്പോൾ അവനെ സംബന്ധിച്ച് മെഡിസിൻ്റെ സെഡേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി കുളിപ്പിക്കുമ്പോഴൊക്കെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ അറിയുക കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല എനിക്കിന്ന് ഒട്ടും സുഖമില്ല. എൻ്റെ മുഖം, എനിക്കിപ്പോൾ ഈ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഞാനെന്താ എൻ്റെ മോന്ത ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഉറക്കം തൂങ്ങി നിൽക്കുക. അങ്ങനെ പാത്രം വേഗം കഴുകുകയാണ് കേട്ടോ. എല്ലാവരും വരുന്നതിന് മുമ്പ് സിങ്ക് ഒഴിച്ചിടണം. കാരണം ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ ഇഡ്ഡലി തട്ടും പാത്രവും അണ്ടാവും കുണ്ടാവും ഒക്കെ കാണും കേട്ടോ. എനിക്ക് ദേഷ്യമാണ് ഇഡ്ഡലി തട്ട് കഴുകാനായിട്ട്. പണ്ട്, ഇപ്പോൾ ഞാൻ കഴുകും, വേറെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെയൊക്കെ കഴുകുമ്പോഴാണ് പണ്ടൊക്കെ അമ്മ പറയും എനിക്ക് പറ്റില്ല, ഞാനതൊന്നും കഴിയില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ സിങ്കിനകത്തൊന്നും എനിക്ക് കൈയെടുക്കാൻ നേരമില്ല. ഒട്ടുമിക്ക ഗേൾസിനും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. ഞാൻ ചിലപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ മൂഡിനനുസരിച്ചുള്ള റീൽസ് വരും. ഞാൻ എൻ്റെ മനസ്സിലെ കാര്യം ഇവരിതെങ്ങനെ അറിഞ്ഞു. ഇപ്പോൾ സങ്കടമാണെങ്കിൽ സങ്കടമുള്ള റീൽസ് വരും. അത് കറക്റ്റ് ആ പ്രശ്നത്തിനെ പറ്റിയേ വരുള്ളൂ. ഇപ്പോൾ സന്തോഷമാണെങ്കിൽ അതിനെ ആസ്പദമാക്കി വരിക. ഇങ്ങനെയല്ലേ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ മനസ്സറിയാൻ പറ്റുക. ശരിയാണ്. പണ്ടൊക്കെ ഞാൻ തിന്ന പാത്രം കഴുകി വെക്കില്ലായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് കഴിക്കും, ടേബിൾ വെക്കും, കൈ കഴുകും, റൂമിൽ പോയിരിക്കും. അങ്ങനെയായിരുന്നു. ഞാനാണിപ്പോൾ അങ്ങനെ നമ്മുടെ കണി കാണിക്കാൻ ചാക്കോക്കൂട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പയായിട്ടുള്ള പിടുത്തത്തിൽ അപ്പയായിട്ട് രാവിലെ ഒരു ജഗടി ഉണ്ടാക്കും കേട്ടോ. പക്ഷെ അപ്പയല്ലാണ്ട് ഒരു ജീവിതം കുട്ടിക്ക് ഇല്ല കേട്ടോ. അപ്പോഴത്തേക്ക് കോക്കിരി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഞാനിന്ന് വീഡിയോ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്, ട്രൈപോഡിൽ വെച്ചിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്.
അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് താ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡാഡി വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഡാഡി ഓൾറെഡി അവൻ വന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഡാഡി കുളിക്കാനൊക്കെ പോയിട്ടാ. അങ്ങനെ ദേ ഡാഡി വന്ന് ഞാൻ പറഞ്ഞില്ലേ ഡാഡി കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കും. അല്ലെങ്കിൽ ഞാനൊരു 8:15 കഴിയുമ്പോൾ തൊട്ട് ഡാഡി കഴിക്കണില്ലേ എന്ന് ചോദിച്ച് പുറകെ നടക്കും കേട്ടോ. അപ്പോൾ ഡാഡി സാമ്പാറിൻ്റെ ചാറ് തെക്കി എടുക്കും. ഞാൻ ചോദിച്ചു അരിപ്പ വേണോന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. അരിപ്പയല്ലല്ലോ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ വലിയ തവി വേണമെന്ന് കളിയാക്കിയപ്പോൾ കുറച്ച് കഷ്ണം എടുത്തു കേട്ടോ. അങ്ങനെ ദേ 9 മണി ആയപ്പോഴത്തേക്കിനും നമ്മുടെ വെണ്ടയ്ക്കായും പോട്ടെ കോവയ്ക്ക റെഡി ആയിട്ടുണ്ട്. അവരാരും വന്നിട്ടില്ല കേട്ടോ. ഡോൺ ചേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മടി പിടിച്ചതായതുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പോൾ ദേ ഇഡ്ഡലി സാമ്പാർ ചട്നി ഒക്കെ റെഡിയാണ്. അപ്പോൾ ഡോൺ ചേട്ടൻ എന്തേ കഴിക്കാനിരുന്നു. ഡോൺ ചേട്ടന് ഹബ്ബിൽ പോകണം. ഇന്നലെ ഈ പറഞ്ഞ പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ പെട്ടുപോയതിൻ്റെ ഒരു വിഷമം മൂപ്പർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കാനാണെന്ന് തോന്നുന്നു നേരത്തെ പോകുന്നുണ്ട്. അപ്പോൾ ദേ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇരുന്ന് വർത്താനം പറയാണ്. നമ്മുടെ അങ്ങനെയാണല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വിഷയം. അപ്പോൾ ചാക്കോ അപ്പോഴാണ് കഴിക്കുന്നത് കണ്ടത്. അപ്പം മൂപ്പര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടില്ലായിരുന്നു. വന്ന ഉടനെ ഡയാന റോമ കാണണമെന്നും പറഞ്ഞിട്ട് പോയതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഭക്ഷണമുണ്ട്. അപ്പോൾ അത് വേണ്ട കറിയുള്ളത് എനിക്ക് വേണ്ട, എനിക്ക് വേറെ വേണമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ട് വരാം, നീ അവിടെ പോയിരിക്കില്ല, പറ്റില്ല, എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്ന് ഇഡ്ഡലി എടുത്ത് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ദേ കുട്ടിയുടെ ആൻസിനങ്കിൾ വന്നു കേട്ടോ. അപ്പം ആൻസിനെ രാവിലെ മിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൻസിൻ അങ്ങനെ ചെയ്തു, ആൻസിൻ ഇങ്ങനെ ചെയ്തു. രണ്ടും കണക്കാണ്, രണ്ടും കുഞ്ഞു പിള്ളേരാണ്. അപ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ദേ പോകാൻ നേരത്ത് ഒരു വഴക്കുണ്ടാക്കി. അപ്പോൾ അപ്പയോട് ഞാൻ പറഞ്ഞു ഒരു റൗണ്ട് കൊണ്ടുപോയിട്ട് വായോ എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയിട്ട് വന്നതാണ്. എന്നിട്ട് കരച്ചിലൊന്നും കുറഞ്ഞത് നമ്മുടെ പാച്ചുക്കുട്ടൻ ലൈവായിട്ടുണ്ട്. നടക്കാൻ അത്ര ഇതായിട്ടില്ല. ഇറിറ്റേഷൻ ആണ് നമുക്കാണല്ലോ, ഇപ്പോൾ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അതേ ചാക്കോൻ്റെ കരച്ചിൽ മാറ്റാൻ ചാക്കോൻ്റെ സപ്പോർട്ട് സിസ്റ്റം എന്തേ കൊണ്ടുപോകുന്നുണ്ട്. ചാക്കോൻ്റെ ഹൃദയമാണ് ആ പോണത്. അവർ തമ്മിൽ ചങ്കും കരലുമാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് പിണക്കത്തിലായിരുന്നു, എന്താണെന്നറിയില്ല. ഇപ്പം ഇന്നലെ തൊട്ടാണ്, ഞാൻ പോയ ഒരു ഗ്യാപ്പ് തൊട്ടാണ് സെറ്റായെന്ന് തോന്നുന്നു. അപ്പം വീണ്ടും ചങ്കും കരലുമായി. അപ്പോൾ അതേ 3 3 സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിംപിൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ആൻസൺ കുളിക്കാനൊക്കെ പോയേക്കായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഇരുന്ന് ഡിംപിളിന് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഡിംപിൾ ഇരുന്ന് കഴിക്കുന്നുണ്ട്. മമ്മി ഞാൻ വലിയ പ്ലേറ്റ് വെച്ചത് മാറ്റി ഇതേ കുഞ്ഞ് പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിലിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ആൻസൺ ചേട്ടന് ഇഡ്ഡലി ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെല്ലാവരും വയറ് നിറച്ച് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്താ പറയുക, മമ്മി ഇതേ സ്റ്റാച്ചു ആയിട്ടിരിക്കുന്ന കേട്ടോ. കുഞ്ഞ് പ്ലേറ്റിൽ വെച്ചാലോ ഭംഗി എന്ന് പറഞ്ഞു. അതേ ആൻസൺ കൂട്ടം വന്നിട്ട് ആൻസൺ പറഞ്ഞു കട്ടൻ കാപ്പി വെച്ചാലും പറഞ്ഞു ഭാര്യയോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൻസൺ പറഞ്ഞു നീ പോയി ഇട്ടിട്ട് പാടിയുന്നത്. പാച്ചു നല്ല ചിരിച്ച് സുന്ദരമണിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാച്ചുവിന് ഇപ്പം തോമു ഫുൾ ടൈം വേണം, എന്താണെന്നറിയില്ല, എന്തിനാണോ ആവോ. പക്ഷെ നമ്മൾ വിചാരിച്ച പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അത് തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വേറെ വ്ളോഗായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും സപ്പോർട്ടുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അപ്പം ഓക്കെ ബൈ.